അസ്സലാമലൈക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ റോള് വ്യത്യാസമുണ്ട്. അപ്പം ഈ റോളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്നവർ മാത്രം ഇത് പഠിച്ചു വെക്കുക, അല്ലാത്തവർ മെമ്മറൈസ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനോ ശ്രമിക്കുക. അപ്പോൾ 8x1 കണ്ടുപിടിക്കുകയാണെങ്കിൽ 8x1 നമുക്കറിയാം 8 തന്നെയാണ്. ഇനി 8x2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിംഗർ തന്നെ ഹോൾഡ് ചെയ്തിട്ട് 8x2 നമ്മളെ രണ്ടാമത്തെ ഫിംഗർ ഇങ്ങനെ മടക്കി വെക്കുക. കാരണം 8x2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അപ്പം അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൻ്റെതും നമ്മൾ മടക്കുന്നതോടുകൂടി റൈറ്റ് ഹാൻഡിൻ്റെയും 2 മടക്കി വെക്കുക. അപ്പോൾ ഈ ആദ്യം മടക്കിയ ഫിംഗറാണെന്ത്? ആക്ച്വൽ ഫിംഗർ. ഈ രണ്ടാമത് മടക്കിയ ഫിംഗറിനെ നമുക്ക് ഹെൽപ്പിംഗ് ഫിംഗർ എന്ന് വിളിക്കാം, നമ്മളെ സഹായിക്കുന്ന ഫിംഗർ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാം ഈ ആക്ച്വൽ ഫിംഗറിൻ്റെയും ഇതിൻ്റെ ഇടയിലുള്ള എത്ര കൗണ്ടാണ്? 1. ആക്ച്വൽ ഫിംഗറിൻ്റെയും ഹെൽപ്പിംഗ് ഫിംഗറിൻ്റെയും ഇടയിലുള്ളത് എത്രയാണ്? 6. അപ്പോൾ 1 6 എത്ര? 16. 8x2 = 16. ഇനി അടുത്ത് നോക്കിയാൽ 8x3 മൂന്നാമത്തത് മടക്കി വെക്കുന്നു, അതേപോലെ ഇവിടുത്തെ നിന്ന് മൂന്നാമത്തെ മടക്കി വെക്കുന്നു. ഇനി നോക്കിയാൽ ഇവിടെ എത്ര ഫിംഗേഴ്സാണ്? 2. ഹെൽപ്പിംഗ് ഫിംഗറിൻ്റെയും ആക്ച്വൽ ഫിംഗറിൻ്റെ ഇടയിൽ എത്ര ഉണ്ട്? 4. അപ്പോൾ 8x3 24. ഇനി 8x4 നോക്കിക്കോ. നാലാമത്തെ ഇവിടെ മുടക്കുന്നു, അതേപോലെ തന്നെ നാലാമത്തെ ഇവിടെ മുടക്കുന്നു. അപ്പോൾ 8x4 എത്ര? 1 2 3 3. പിന്നെന്താ? 2 3 2 32. 8x4 = 32. 5 വരെ ഉള്ളത് ഇങ്ങനെ തന്നെയാണ് പഠിച്ചു വെക്കുക. ഇനി 5 കഴിഞ്ഞിട്ട് വേറൊരു റൂളും കൂടി ഉണ്ട്. ഇനി നമുക്ക് 8x7 നോക്കാം. അപ്പോൾ 8x7 എന്ന് പറയുമ്പോൾ 7th ഫിംഗർ നമ്മൾ മടക്കി വെക്കുന്നു, 7th ഫിംഗർ ഇവിടെയും മടക്കി വെക്കുന്നു. അതായത് ഇങ്ങനെ എടുക്കുക. ഇവിടെ ഏതാ മടക്കുന്നത്? അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ മടക്കുക. ഇനി നമ്മളുടെ ക്ലോക്ക് വൈസ് എണ്ണ. അപ്പോൾ നമ്മളുടെ ആക്ച്വൽ ഫിംഗർ ഇവിടെയാണ്. ആക്ച്വൽ ഫിംഗർ ഇതാണ്. അപ്പം 1 2 3 4 5 ഇതുവരെ കൗണ്ട് ചെയ്യണം. അപ്പോൾ എത്ര? 5. 8x7 ആദ്യത്തെ കൗണ്ട് 5 ആണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസിൽ എണ്ണുക. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പം എൻ്റെ ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ക്ലോക്ക് വൈസിൽ എണ്ണുമ്പോൾ ഇതാ 1 2 3 4 5 6. ഓക്കെ, 8x7 രണ്ടാമത്തെ സംഖ്യ 6. അപ്പോൾ 56. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. 8ൻ്റെ കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് 8x8 കാണിക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് 6 7 8. അപ്പോൾ 8 നമ്മൾ മടക്കി വെക്കുക. അപ്പോൾ ഇതേപോലെ ഇവിടുത്തെ മടക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആക്ച്വൽ ഫിംഗർ വരെ ഉള്ളത് എണ്ണ. അതായത് 1 2 3 4 5 6. അടുത്തത് നമ്മളുടെ ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യാം? ഹെൽപ്പിംഗ് ഫിംഗേഴ്സ് വരെയുള്ള എണ്ണ. അപ്പോൾ 1 2 3 4. അപ്പോൾ 6 4 64. ഈ ഒരു മെത്തേഡ് എളുപ്പമുള്ളവർ മാത്രം മെത്തേഡിൽ ഓർത്ത് വെക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് നമ്മളുടെ നോർമൽ മെത്തേഡായിട്ടുള്ള റിപ്പീറ്റേഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ട് നമ്മൾ പഠിക്കുക. കാരണം നമ്മൾ മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.